UDF സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ വി ഡി സതീശൻ മുഖ്യമന്ത്രി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ ആശംസകളും ഭൂജല വകുപ്പിന് പ്രത്യേകമായി ഞാൻ ഈ അവസരത്തിൽ നേരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം, നല്ല രീതിയിലുള്ള പ്രവർത്തനം, ഇതൊക്കെ മുന്നോട്ട് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് രാഷ്ട്രീയത്തിന് അതീതമായി ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ പൊതു നന്മയ്ക്ക് വേണ്ടിയും വകുപ്പിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. നല്ല നിലയിൽ നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ എല്ലാവർക്കും നിലനിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ കുറേ ആളുകൾ പുറത്തു പോകേണ്ടി വരും. നന്നായി പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയാൽ എല്ലാവർക്കും ഇതുകൊണ്ടൊക്കെ ജീവിച്ചു പോകാം. എല്ലാവർക്കും നല്ല സേവനം ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ പറ്റും. ജനങ്ങൾക്കിടയിൽ നല്ല മതിപ്പുണ്ടാക്കാൻ പറ്റും. നമുക്ക് നല്ല മതിപ്പുണ്ടാവുന്ന വിധത്തിൽ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അതിന് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റി തരിക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ കടമയാണ്. ആ കടമ സർക്കാർ ആത്മാർത്ഥതയോടെ നിർവഹിക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വകുപ്പും ആ നിലയിൽ തന്നെ കാര്യക്ഷമതയോടെ ഇക്കാര്യങ്ങൾ പരിശോധിച്ച് പരിഹരിച്ചു പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാം. ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ചടങ്ങിന് എല്ലാവിധ മംഗളാശംസകളും ഞാൻ നേരുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തുവാൻ വേണ്ടി നമുക്ക് കാര്യമായി സഹകരിക്കേണ്ടതായിട്ടുണ്ട്. ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം കൊടുക്കാൻ കഴിയുന്ന, സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന വകുപ്പുകളായി ഇതെല്ലാം മാറണം. ഭൂജല വകുപ്പിലും നേരിട്ടിരുന്ന പ്രതിസന്ധിയെക്കുറിച്ച് ഇപ്പോൾ ഇന്ന് നടക്കുന്ന ഉദ്ഘാടനത്തിന് അനുബന്ധമായി ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ഇവിടെ പരാമർശിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ മുന്നോട്ട് വെച്ചതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് 2.30 കോടി രൂപ ചെലവഴിച്ച് ജില്ലാ ഓഫീസുകൾക്ക് വേണ്ടിയുള്ള, ജില്ലാ ഓഫീസുകളിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ 9 LMV വാഹനങ്ങൾ, അതുപോലെ 7 ട്രക്കുകൾ, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കുടിവെള്ള ആവശ്യത്തിന് വേണ്ടി ഫിൽട്ടർ പോയിൻറ്റ് കിണറുകൾ നിർമ്മിക്കാനുള്ള ഫിൽട്ടർ പോയിൻറ്റ് യൂണിറ്റ് 50 ലക്ഷം രൂപ മുടക്കിയത്. ഇതെല്ലാം വാങ്ങിച്ചിരിക്കുന്നത് ഈ പ്രവർത്തനങ്ങളെല്ലാം ഫലപ്രദമാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ്. അതോടൊപ്പം നമുക്ക് ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സംസ്ഥാനത്ത് അനുയോജ്യമായ ജലസ്രോതസ് കണ്ടെത്തുന്നതിന് വേണ്ടി പൊതുജനങ്ങൾ ഫീസ് അടക്കി 1500ഓളം അപേക്ഷകൾ നമ്മുടെ കയ്യിൽ തന്നെ പെൻഡിംഗ് ഉണ്ട് എന്ന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സമയബന്ധിതമായി പൂർത്തീകരിക്കുവാൻ ഇപ്പോൾ നമ്മൾ നടത്തിയിരിക്കുന്ന ഈ പുതിയ ക്രമീകരണങ്ങൾ സഹായകരമാകുമെന്നാണ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ജില്ലാ ഓഫീസിൽ ഒരു വാഹനം വെച്ച് കൊടുത്താൽ തീർച്ചയായിട്ടും സ്റ്റേറ്റ് ഒട്ടാകെ പ്രവർത്തനങ്ങൾ ഭംഗിയാക്കി മാറ്റാൻ കഴിയുമെന്ന് ഇതിലൂടെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുപോലെ ട്യൂബ്വെൽ നിർമ്മാണത്തിന് കാലതാമസം നേരിട്ടത് നമുക്ക് ട്രക്കുകളില്ലാത്തത് കൊണ്ടാണ് എന്ന പ്രശ്നവും ഇവിടെ പരിഹരിക്കപ്പെടുകയാണ്. വാടകയ്ക്കെടുത്ത് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതിന് പകരം ഇപ്പോൾ നേരിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ ആദ്യം പറഞ്ഞതുപോലെ കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ നമുക്ക് സമയബന്ധിതമായി പഴയ യൂണിറ്റുകൾ ലേലം ചെയ്തതിനെ തുടർന്നുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയാണ്. അതിനുവേണ്ടി പുതിയ യൂണിറ്റ് ഇപ്പോൾ വാങ്ങി നമ്മൾ ആ പ്രവർത്തനങ്ങളെ കാര്യക്ഷമമാക്കുവാനും സമയബന്ധിതമായി ഇതെല്ലാം പൂർത്തിയാക്കുവാനുമുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം വകുപ്പിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാനും ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയബന്ധിതമായ തൃപ്തികരമായ സേവനം കൊടുക്കുവാനും ഇപ്പോൾ നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം സഹായിക്കും എന്നതാണ് നമ്മുടെ ഔദ്യോഗികമായ നിലപാട്. അതനുസരിച്ച് കാര്യങ്ങൾ നടക്കണം എന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഇതിൻ്റെ പ്രയോജനം ജനങ്ങൾക്ക് ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞാൽ മാത്രമേ ഇതിന് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മൾ തൃപ്തികരമായി നല്ല സേവനം കൊടുക്കുന്നു എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന വിധത്തിൽ പ്രവർത്തനങ്ങളെ മാറ്റിയെടുക്കുന്നതിന് ഇതെല്ലാം സഹായകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. 1ഉം 2ഉം ഘട്ടങ്ങൾ നേരത്തെ നടന്നിട്ടുണ്ട്. മൂന്നാം ഘട്ടം നടക്കുന്നു. ഇനിയുള്ള കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി 6 കോടി രൂപയുടെ ഒരു ഫയൽ ഇപ്പോൾ പ്രോസസ്സ് ചെയ്ത് സർക്കാരിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൂടി നമുക്ക് അനുവാദം കിട്ടണമെന്നാണ് നിങ്ങളിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഡയറക്ടർ ഇപ്പോൾ ആ കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. SCM അതുപോലെ തന്നെ വിമൽ നേരത്തെ എൻ്റെ ഒരു കുറിപ്പ് തന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതുകൂടി പാസ്സാക്കി എടുക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുണ്ടാകണം. തീർച്ചയായിട്ടും ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിക്കാം. ഈ 6 കോടി രൂപ കൂടി പരമാവധി പെട്ടെന്ന് സാങ്ഷനാക്കി തരുന്നതിനുള്ള ഇടപെടലുകൾ വകുപ്പ് തലത്തിൽ നടത്തും. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അനുകൂലമായ നടപടി ഇക്കാര്യത്തിലുണ്ടാകും എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കാം. ഓഗസ്റ്റ് 18-ാം തീയതി ഗവൺമെൻറ് ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ജലവിഭവ വകുപ്പിനെ കൂടുതൽ കാര്യക്ഷമമാക്കാം. ജലവിഭവ വകുപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കീഴിൽ ഇതെല്ലാം വരും. ഗ്രൗണ്ട് വാട്ടർ അടക്കം വരും.
ഗ്രൗണ്ട് വാട്ടറിനെ അടക്കം കാര്യക്ഷമമാക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സമഗ്രമായ നവീകരണം, കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ഡെവലപ്മെൻറ്റ് കോൺക്ലേവ് നമ്മൾ വരാൻ പോകുന്ന 2026 ഓഗസ്റ്റ് 18 എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വെച്ച് നടത്തുകയാണ്. ഫുൾ ഡേ കോൺക്ലേവ് ആണ്. അത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സജീവതയ്ക്കും ഒരു പുതുജീവൻ പകരുവാനും മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ വകുപ്പിനെയും ഒരു പുതുയുഗപ്പിറവിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനെ കാണുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. നല്ല നിലയിൽ പ്രവർത്തനങ്ങൾ നടത്തുവാൻ നിങ്ങൾ വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കി തരുവാനും നിങ്ങളെല്ലാം നന്നായി സഹകരിക്കാൻ തയ്യാറായാൽ ആവശ്യമായ എല്ലാ പ്രൊട്ടക്ഷനും എല്ലാവിധ സഹകരണവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും, വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള ഈ പദ്ധതികൾ ഔപചാരികമായി ഫ്ലാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ട് എല്ലാ ആശംസകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.